ഇപ്പൊ മേമയാണോ കുട്ടിയാണോ സുന്ദരി? നിങ്ങൾ പറയൂ. ഞങ്ങൾ രാവിലെ ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ചായക്ക് കടി. അപ്പോൾ ദോശ എന്ന് പറഞ്ഞാൽ ഉഴുന്ന ദോശ ഒന്നുമല്ല, അരി അപ്പം തന്നെ അരച്ചിട്ടുണ്ടാക്കുന്ന ദോശയില്ലേ, ആ ദോശയാണ്. കുറച്ച് ചെറിയ ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് അപ്പളേക്കപ്പളം അരച്ചിട്ട് ഇത്തിരി ലൂസുള്ള മാവാക്കിയിട്ട് ഇത് അങ്ങനെയാണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കുക. ഇതിപ്പോൾ നീർദോശ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതിൽ നീർദോശ എന്നൊന്നും പറയില്ല, ദോശ എന്ന് തന്നെ പറയട്ടാ. ഇങ്ങനെ ഒരു ദിവസം ദോശ ഉണ്ടാക്കിയിട്ട് എൻ്റെ മോൾക്ക് സ്കൂൾ കൊടുത്തയച്ചപ്പോൾ മോളോട് ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ പറഞ്ഞത്രേ ഇത് ദോശയല്ല ഇതിന് അപ്പം എന്നാണ് പറയുന്നിട്ടാ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അതൊക്കെ പറയാം. അപ്പാണോ നീർദോശയാണോ ദോശയാണോ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അരി പറയട്ടാ. ഇങ്ങനെ ഉണ്ടാക്കുക ചെയ്യുക. ഒരു വാഴത്തടി എടുത്തിട്ടുണ്ട് കേട്ടോ, അതായിട്ടാണ് നമ്മൾ പരട്ടി കൊടുക്കല്. പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് വാങ്ങിയിരുന്ന് അത് എലി കൊണ്ടുപോയി ആ പരട്ടാനുള്ള സാധനം ഇല്ലേ. അല്ലെങ്കിൽ പിന്നെ അമ്മ അപ്പളെ പൊളിച്ച തേങ്ങയുടെ ചകിരി ഇല്ലേ, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് പാകമുള്ളതാക്കിയിട്ട് ആ തുന്നമ്പാകം ഇല്ലേ അതെടുത്തിട്ടും ഇങ്ങനെ ദോശയ്ക്ക് എണ്ണ വരട്ടാൻ വേണ്ടിയിട്ട് എടുക്കലുണ്ട് കേട്ടോ. ഇത് പിന്നെ വാഴ ഉള്ളപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല, വാഴയുടെ തണ്ട് എടുക്കാൻ പറ്റും. അപ്പം ചോറ് ആ അടുപ്പത്ത് തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പൊന്നും നേരാക്കി കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് നേരാക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടുമില്ല എന്ന് പറയാം സത്യം പറഞ്ഞാൽ. ഞങ്ങൾ തന്നെ കുറച്ച് സിമൻ്റ് ആയിട്ട് അടയ്ക്കാൻ വിചാരിക്കുകയാണ്, അല്ലാണ്ട് നിവൃത്തില്ല. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. തുണിയൊക്കെ ഈ താഴ്വരയിൽ ഇങ്ങനെ തൂക്കിയിട്ടാ ചെയ്യുക, ഒന്നും ഉണങ്ങണമൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മഴയത്ത്. എല്ലാവരും കൂടി ആകുമ്പോൾ തുണി ഉണങ്ങാനില്ല, ഇടാനും സ്ഥലമില്ല. ഇവിടെ ഇറക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ തുണി തോരടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലാണ് നമ്മൾ തുണിയൊക്കെ തോരടൽ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് സാധനങ്ങൾ ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ചൂടുള്ള കുടിവെള്ളത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് ഉപ്പേരിയും വെക്കാൻ വിചാരിച്ചു. ബീറ്റ്റൂട്ട് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ബീറ്റ്റൂട്ട് നുറുക്കാൻ പോവുകയാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് കണ്ട അപ്പൊ ഇവിടെ മോൾക്ക് ബീറ്റ്റൂട്ട് ഉണ്ടാക്കുമ്പോഴേ ഒരാൾ തല്ലൂടാണ്. മോൾക്ക് ബീറ്റ്റൂട്ടാണ് ഇത്ര പെണ്ണാണ്. ഞാൻ തേച്ചരാറിഞ്ഞില്ലേ, ഞാൻ തേച്ചരാറിന് മോൾക്ക് പറ്റില്ല. ഇപ്പൊ മേമയാണോ കുട്ടിയാണോ സുന്ദരി? നിങ്ങൾ പറയൂ. ആരാ സുന്ദരി ചോദിച്ചു നോക്ക്. ആരാ സുന്ദരി ചോദിച്ചു നോക്ക്. മേമയാണ്. താങ്ക് യു. ഞാൻ കുട്ടീനെ സുന്ദരിയാക്കട്ടെ. ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് ഞാൻ കുപ്പായത്തിന് വള്ളി ഇട്. ഇപ്പൊ കുട്ടി സുന്ദരിയായില്ല ഇല്ലേ? ഞങ്ങളെ കുട്ടി സുന്ദരിയായില്ലേ? അതാ താഴത്തേക്ക് വിടല്ല കുട്ടിയെ. സുന്ദരി പെണ്ണാണ്. അയ്യോ ഓവർ തട്ടിയാ. ലിഫ്റ്റിക്ക് മായിച്ചല്ല, വേറെ തോനെ ഇട്ടരാലോ. ഇപ്പൊ സുന്ദരിയായി. ഇത് നോക്ക് കടലില് ചിരിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞ ഹായ് എന്ന് പറയും. ഹായ്. ബീറ്റ്റൂട്ട് തിന്നുവാ? ആ എന്നാ ശരി. ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടാ, ആൾക്ക് നല്ല സ്നേഹം കേട്ടോ, നല്ല ഇഷ്ടമാണ് ഇന്നെ. അപ്പം ഒരുക്കി തരികയാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട്. ഇവളുണ്ടെങ്കിൽ നേരം പോണത് അറിയില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം പോയി, ഇന്ന് അവർ പഴനിക്ക് പോകുക അത്ര. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയിട്ടാ. ഇനിയിപ്പോൾ ഇന്ന് ആളില്ല അവിടെ. ഇതിങ്ങനെ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് നേരം പോകണമെന്ന് അറിയില്ല. എൻ്റെ കുട്ടികൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ആകെയുള്ളൊരു നേരം പോക്കാണ് ഇതിട്ടാ. ഞാൻ അവളോട് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേ. അല്ലാണ്ട് ഇപ്പോൾ ഇതുണ്ടായാൽ നമുക്ക് നല്ല രസമായിട്ട് അതിൻ്റെ വർത്താനമൊക്കെ, ഒരു വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊന്നും അങ്ങനെ വീഡിയോയിൽ ഇടലില്ല കേട്ടോ. ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നേരം കുട്ടികളെ കാണിച്ചാലും നമ്മളെ ചാനൽ അങ്ങനെ പോണില്ല, അപ്പോൾ പിന്നെ ഇടലില്ല കേട്ടോ. അതങ്ങനെ കുട്ടികളുണ്ടായിട്ടാണ് തോന്നുന്നു. കമൻറ്റും ഓഫാവും, വീഡിയോയും കാണൂല. അത് കാരണം ഞാൻ ഇടാതെ ആയത്. ബീറ്റ്റൂട്ടിന് ഉപ്പേരിക്കൊക്കെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കും. ഇവിടെ ഉപ്പേരിയാണ് പറയട്ടാ, തോരനൊന്നും പറയലില്ല, ഉപ്പേരി. പിന്നെ കുറച്ച് പയറിൻ്റെ ഇല ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അരിഞ്ഞിട്ട് ഇന്ന് പയറിൻ്റെ ഇല ഉപ്പേരി, ബീറ്റ്റൂട്ട് ഉപ്പേരിയും പിന്നെ വെള്ളരിക്കയാണ് മോരൊഴിച്ചിട്ട് കറി വയ്ക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ തേങ്ങ ഇറങ്ങുമ്പോൾ എനിക്ക് മുഴുവനായിട്ട് ചേർക്കാൻ വയ്ക്കില്ല കേട്ടോ. കുറച്ചൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. അമ്മ അത് കാണാൻ സ്പൂണായിട്ട് ഇങ്ങോട്ട് അടിച്ചിടുന്നു കേട്ടോ. ഞാൻ എത്ര ചെറിയാലും ശരിയാവില്ല. അപ്പോൾ
ഇത് ഇല്ലേ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക പച്ചമുളകും കൂടി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ അതിൽ നമ്മൾ തേങ്ങ ഓരോ ഒഴിച്ച് അരച്ചത് ചേർത്ത് കൊടുക്കുക ചെയ്യട്ടെ. ജീരകം ഇട്ടിട്ട് അരയ്ക്കും, ജീരകവും ചെറിയ ഉള്ളിയും ആണെങ്കിൽ അങ്ങനെ ഇടട്ട, അല്ലെങ്കിൽ ജീരകം മാത്രമാണെങ്കിൽ അതും ഇടുക, ഒരു നുള്ളു ഇട്ടാൽ മതി. അതന്നെ അതിൻ്റെ റെസിപ്പി ഇട്ടാൽ. ഈ മോരിന് വലിയ പൊടിയില്ല ഇപ്പം കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ 10 മണി ചായക്ക് വേണ്ടിയിട്ട് ചായ എടുത്ത് വെച്ചതാണ്. 10 മണി ചായ രാവിലെ ഉണ്ടാക്കിയ ചായത്തെ ബാക്കിയുള്ളതാണ്. അപ്പോൾ ഞാൻ ഉപ്പേരി അടുപ്പത്തിട്ടാണ്ട് ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോഴേക്ക് നീക്കുമ്പോഴേക്ക് ചായ കുടി കഴിയുമ്പോഴേക്ക് ഉപ്പേരി വേവുമല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ബോറടിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ തുറന്ന് എല്ലാവരും അച്ഛൻ്റെ വീട്ടിൽ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ചായക്ക് ഞാൻ കുറച്ച് അവിലും ശർക്കരയും കൂടി കുഴച്ച്, എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തുടങ്ങിയിട്ട് രാവിലെ 2 ദോശ മാത്രം കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ തേങ്ങ ചെറിയപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് അത് കഴിക്കാൻ നിന്നു. ശർക്കരയും തേങ്ങ ഇട്ടിട്ട് കട്ടൻ ചായയും കൂടി കുടിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടാൽ മതിയല്ലോ. തീറ്റ വീട്ടിലിരിക്കുമ്പോൾ മെയിൻ പണി തിന്നൽ തന്നെ കേട്ടോ. പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അസുഖങ്ങളെല്ലാം ഒത്തിരി ഭേദമായി, ഒരു വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. മക്കളെ ഞാൻ വിളിക്കലുണ്ട് രാത്രി, എന്നും രാത്രി വിളിക്കും. മക്കൾക്ക് ഇപ്പോൾ വർത്തമാനം പറയാൻ പോലും സമയമില്ല. പഠിക്കാനുണ്ട് അറിയാം, അമ്മ ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ്, വർത്തമാനം പറയാൻ നേരമില്ല എന്നറിയാം. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കും. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരവ് ചേർത്താൽ മതി. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചിലപ്പോൾ കുട്ടികളെ കാണിക്കുന്ന വീഡിയോ ആകുമ്പോൾ കമൻറ്റ് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യെങ്കിലും ചെയ്യട്ടോ പ്ലീസ്. നമ്മൾ വീഡിയോ അങ്ങനെ പോകണില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇവരെയും കൂടി കാണിക്കാതെ എനിക്ക് എന്താ വീഡിയോ എടുക്കാനുള്ളത്? ഞാനിപ്പോൾ ഇവിടെ ആയ കാരണം വീഡിയോസ് അങ്ങനെ എടുക്കാനുള്ള കണ്ടൻറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുമില്ല ചേച്ചി ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവൂലേ, അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്കെങ്കിലും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കണേ. അപ്പോൾ ചോറായി, കറിയായി, എല്ലാം ആയി. ഇനി നമുക്ക് കഴിക്കാനും കൂടി ഉള്ളൂ. ഒത്തിരി സൗകര്യങ്ങളൊന്നുമില്ല, ഒരു സാധാരണ പഴയ വീടാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായപ്പെടട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ മറ്റുള്ളവർ പറയുമ്പോഴല്ലേ നമുക്കറിയേ. അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ കറി വറുത്തിടാൻ കണ്ട അങ്ങനത്തെ ഒരു പാത്രം വാങ്ങിയിട്ടുണ്ട് അമ്മ. ഇതാകുമ്പോൾ ഇത് കറി വറുത്തിടാൻ മാത്രം എടുക്കുള്ളൂ കേട്ടോ. ചെറിയൊരു കുഞ്ഞിപ്പാത്രം, നല്ല രസമില്ല ഇത് കാണാൻ. ഒരു വാലുള്ള ഇരുമ്പിൻ്റെയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലാണ് ഞാൻ മോര് കറി വറുത്തിരുന്നത്. ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇല എടുക്കാൻ പോകാൻ മറന്നതല്ല. അപ്പം മഴ ആയ കാരണം എടുക്കാൻ പോയില്ല. അത് കാരണം ഉപ്പേരിയിൽ ഇട്ടിട്ട. പിന്നെ ഞാൻ 2 വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക ചെയ്ത്. കറിക്ക് വേണ്ടിയിട്ട് അമ്മ പെറുക്കി കൊണ്ടുവന്ന് എന്നൊക്കെയാണ് പറഞ്ഞത്. പറിച്ചുകൊണ്ടുവന്ന് തൊടിയിലെല്ലാം വേപ്പിൻ്റെ മരങ്ങളൊക്കെ ഇപ്പം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ചോറുണ്ണാൻ പോവുകയാണ്. ചോറിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയപ്പോൾ ഒറൈസ് ഉണ്ടെന്നിട്ടാ. അപ്പോൾ പിന്നെ എല്ലാവരും ഒറൈസ് തിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടാക്കാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.